Okay, today we will learn about dynamic memory allocation. Audible ആണല്ലോ അല്ലേ? ഇന്ന് പഠിക്കുന്ന dynamic memory allocation കുറിച്ചാണ്. Dynamic memory allocation. That is, how do we allocate memory dynamically? എങ്ങനെ dynamic ആയിട്ട് memory allocate ചെയ്യാം? Okay, ആദ്യമേ എന്താണ് ഈ memory allocation നോക്കാം. Okay, സാധാരണ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്തു നമുക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ 30 സ്റ്റുഡൻസിന് വേണ്ടി ഒരു അറേ ഡിക്ലെയർ ചെയ്ത് പ്രോഗ്രാം ചെയ്യാണ് എന്ത് വേണം നമ്മൾ സാധാരണ ഒരു 50 എലമെന്റ് ഉള്ള ഒരു അറേ അങ്ങ് ഡിക്ലെയർ ചെയ്യും റൈറ്റ് ക്യാരക്ടർ ഇന്റിജർ അറേ 100 അങ്ങനെ 100 ഇന്റിജർ അറേ 50 അങ്ങനെ 100 50 ഉള്ള ഒരു അറേ ഓട്ടോമാറ്റിക് ഡിക്ലെയർ ചെയ്യും അത് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യും അതിൽ കൂടുതൽ വന്നാൽ പ്രോഗ്രാം തെറ്റിപ്പോകും ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ ക്ലിയർ but most often we face situations in programming where the data is dynamic in nature. For example, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ 30 കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തു കുറച്ച് ന്യൂ അഡ്മിഷൻ 2 കുട്ടികളോട് വരുന്നു അപ്പോൾ എന്ത് നമ്മൾ പ്രോഗ്രാം വീണ്ടും കറക്റ്റ് ചെയ്യാൻ പോകണം ഓക്കെ ഇതേപോലെ കമ്പനീസിലൊക്കെ ആണെങ്കിൽ എംപ്ലോയീസിനെ കൂടിക്കൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും കറക്റ്റ് നമ്പർ ഒന്നും ആയിരിക്കില്ല കൂടുകയും കുറയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യണേ ദാറ്റ് മീൻസ് ദിസ് ലിസ്റ്റ് ഗ്രോസ് ആസ് വെൽ ആസ് ഷ്രിങ്ക്സ് നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്പർ കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ മെമ്മറി കൂട്ടാനും പറ്റണം കുറയുന്നതനുസരിച്ച് മെമ്മറി കുറയ്ക്കാനും പറ്റണം we have to allocate memory to accommodate more people same way when there is no employee we should be able to shrink memory to memory വലുതാക്കാനും ചെറുതാക്കാനും പറ്റണം അതിനാണ് ഡൈനാമിക് മെമ്മറി എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഡൈനാമിക് മെമ്മറി സ്ട്രക്ചർ ഉപയോഗിച്ച് നമ്മൾ മെമ്മറി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് we can allocate it at runtime. Now just read through the slide. One second. Dynamic memory structure provides flexibility in adding, deleting, rearranging data items at runtime. Okay, it permits us to allocate additional memory when required, as well as we should be able to release unused memory space. Memory allocate ചെയ്യാനും പറ്റണം അതുപോലെ തന്നെ memory remove ചെയ്യാനും പറ്റണം ഇതിനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്രോഗ്രാം എങ്ങനെ ചെയ്യാൻ ജസ്റ്റ് സാധാരണ പ്രോഗ്രാം ഇൻറ്റ് എ 10 എന്ന് എഴുതും എന്നിട്ട് എൻ്റർ നമ്പേഴ്സ് ചോദിക്കും ഓക്കെ എൻ്റർ നമ്പേഴ്സ് ചോദിക്കും ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന് മാക്സിമം 10 നമ്പറിന് വരെ വർക്ക് ചെയ്യുള്ളൂ കാരണം നമ്മൾ അറേ അലോക്കേറ്റ് എങ്ങനെയാ എ എന്ന് ഇടും എക്ക് 0 വരാം 1 2 3 4 5 6 7 8 9 ഇത്രയും മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ നമ്മൾ കൊടുക്കുന്ന നമ്പർ നമ്മൾ 15 നമ്പർ കൊടുത്തു വി ആർ ഗിവിംഗ് 15 numbers our program will go wrong that is ഇത് ഇനി 0 മുതൽ 9 വരെ മെമ്മറി അലോക്കേഷൻ ഉള്ളൂ ഡൈനാമിക് മെമ്മറി അങ്ങനെയല്ല നമ്മൾ പറയുന്ന അത്രയും മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുക കൂട്ടുകയും ചെയ്യാം അതേപോലെ കുറയ്ക്കുകയും ചെയ്യാം we will be able to allocate more memory the same way we will be allocate less memory okay that is C language requires number of elements in the array to be specified at the compile time സാധാരണ ഇതാണ് compile time this is known as compile time ആദ്യമേ തന്നെ പറയുകയാണ് എത്ര വേണം ദാറ്റ്സ് നോൺ ആസ് കമ്പൈൽ ടൈം ഓക്കെ നമുക്കത് ചെയ്യണേ ചെയ്യാം പക്ഷേ ഇതിന് പ്രശ്നം വെച്ചാൽ നമുക്ക് 10 കൂടുതൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യമേ കൊടുക്കുന്ന മെമ്മറി ഒരു അസംഷൻ മെമ്മറി കൊടുക്കുന്നത് നമ്മൾ 30 പേര് ക്ലാസ്സിൽ നമ്മൾ അസൈൻ ചെയ്യും ഒരു 35 കൊടുക്കും അതുവരെ പ്രോഗ്രാം വർക്ക് ചെയ്യും അതിന് ശേഷം വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല അപ്പൊ ആദ്യത്തെ കേസിലാണെങ്കിൽ നമുക്ക് 30 കുട്ടികളുള്ളൂ 5 സ്പേസ് അവിടെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക സാധാരണ 50 അലോക്കേറ്റ് ചെയ്യും അപ്പൊ ബാക്കിയുടെ 15 സ്പേസ് അവിടെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഒന്നുകിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെമ്മറി കറക്റ്റ് മതിയാവില്ല അല്ലെങ്കിൽ കുറെ മെമ്മറി വേസ്റ്റ് ആയി പോകും ഇത് അവോയ്ഡ് ചെയ്യാനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യൂസ് ചെയ്യുന്നത് ഓക്കെ മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പെർമിറ്റ് പ്രോഗ്രാമർ ടു സ്പെസിഫൈ an array size at runtime array പറയുന്ന ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ such languages have the ability to calculate assign during execution the memory space required by the variables unwanted space at runtime thus optimize the use of storage space അത്രേ ഉള്ളൂ സ്റ്റോറേജ് സ്പേസ് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് എത്ര കറക്റ്റ് വേണോ അത്രയും സ്ഥലം ഇട്ടാൽ മതി ക്ലിയർ ഒരു നിങ്ങളുടെ ക്ലാസ് തന്നെ ഇമാജിൻ ചെയ്യാം നിങ്ങൾ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും ചെയർസ് ഇട്ടാൽ മതി അതാണ് കറക്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ സാധാരണ നമ്മൾ ബെഞ്ചൊക്കെ അസൈൻ ചെയ്തിടുകയാണ് ഇത്രയും പേര് വരും അപ്പൊ അതിന് വേണ്ട ബെഞ്ച് ഇടും അതിൽ കുറവ് കുട്ടികളാണെന്ന് എന്തുവരും ബെഞ്ച് കുറേ വേസ്റ്റ് ആയി പോകും കൂടുതൽ കുട്ടികൾ വന്നു തന്നെ വേറെ ബെഞ്ച് കൊണ്ടുവന്ന് ഇടേണ്ടി വരും ഓക്കെ ഇതേപോലെ അവിടെ അറേഞ്ച് ചെയ്തേക്കണം നമ്മൾ ഫിക്സ് ഒരു അസംഷൻ എത്ര പേർക്ക് വേണോ അത്ര ആദ്യം അലോക്കേറ്റ് ചെയ്തു ഇനി കൂടുതൽ ചെയർസ് വേണമെങ്കിൽ കൊണ്ടുവന്നിട്ടാൽ മതി ബെഞ്ചോ ചെയറോ എന്തെങ്കിലും ആവട്ടെ ക്ലാസ്സിലെ 30 കുട്ടികളുണ്ട് 30 ചെയർ ഇട്ടു ക്ലാസ് തുടങ്ങി കുറച്ച് 5 കുട്ടികൾ വരുന്നു അപ്പൊ നമ്മൾ എന്ത് കുറച്ച് 5 ചെയർ കൂടി കൊണ്ടുവന്നിടുന്നു 5 കുട്ടികൾക്ക് അവിടെ ഇരിക്കാം ഇടയ്ക്ക് കുറെ പേര്
നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയി, അപ്പോൾ വേണ്ടാതെ ചേരെല്ലാം എടുത്ത് പുറത്തേക്ക് കളയുന്നു. ഇതേപോലെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വരുന്നത്. ക്ലിയർ? നമുക്ക് എത്ര വേണോ അത്ര അലോക്കേറ്റ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ആദ്യമേ നമ്മൾ സെമിനാർ ഹാളിലൊക്കെ നിറയെ കസേരകൾ ഉണ്ടാവും, ചിലപ്പോൾ ഫുൾ ആയിട്ടില്ല, ചിലപ്പോൾ അവിടെ കുറെ വേക്കൻറ്റ് സ്പേസ് വരും, അല്ലെങ്കിൽ എന്തൊരു സ്ഥലം ഇല്ലാതെ വരും. ഈ രണ്ട് കേസും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉണ്ടാവില്ല. നമുക്ക് എത്ര വേണോ അത്രയും മാത്രമേ അലോക്കേറ്റ് ചെയ്യൂ. ക്ലിയർ? ഇതാണ് മെമ്മറി അലോക്കേഷൻ പ്രോസസ് ഇൻ സി. നമുക്ക് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്, global and static variables are stored in a region called permanent storage space. Okay, പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ, നമ്മുടെ എൻറ്റയർ പ്രോഗ്രാം, നമ്മുടെ ഗ്ലോബൽ ഡേറ്റ, ഗ്ലോബൽ നമ്മൾ പഠിച്ചിരുന്നു, ഗ്ലോബൽ വേരിയബിൾസ് പഠിച്ചിരുന്നു, സ്റ്റാറ്റിക് വേരിയബിൾസ് പഠിച്ചിരുന്നു, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന പെർമനന്റ് റീജിയനിലാണ്. ആൻഡ് ലോക്കൽ വേരിയബിൾ സ്റ്റോർഡ് ഇൻ അനദർ റീജിയൻ കോൾഡ് സ്റ്റാക്ക്. ഇതാണ് ലോക്കൽ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്, അതിന്റെ പേരാണ് സ്റ്റാക്ക്. പക്ഷെ ഗ്ലോബൽ വേരിയബിൾസും പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് പെർമനന്റ് സ്റ്റോറേജ്. കാരണം പ്രോഗ്രാം എപ്പോഴും മെമ്മറിയിൽ വേണ്ടേ? പ്രോഗ്രാം മെമ്മറിയിൽ വേണം. ഗ്ലോബൽ വേരിയബിൾസും ത്രൂ ഔട്ട് ദ പ്രോഗ്രാം മെമ്മറിയിൽ വേണം. ലോക്കൽ വേരിയബിൾസ് അങ്ങനെയല്ല, ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ ക്രിയേറ്റ് ചെയ്യും, ഫംഗ്ഷൻ തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യും. ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്റ്റാക്ക്. ഓക്കെ, ഇതിനിടയിൽ കുറച്ച് ഫ്രീ മെമ്മറി ഉണ്ട്. ദിസ് ഫ്രീ മെമ്മറി is called heap. The free memory region is called heap. The memory space between stack and the permanent storage area is known as a heap. ഇതിനിടയിലുള്ള ഈ സ്ഥലത്തിനാണ് നമുക്ക് ഹീപ്പ് എന്ന് പറയുന്നത്. ഈ ഹീപ്പ് ഉപയോഗിച്ചാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീപ്പ് ഒരു കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എടുക്കാം, വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, the size of the heap keeps changing when the program is executed due to creation and termination of variables. പ്രോഗ്രാം ഇപ്പൊ നമ്മൾ ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, ഇവിടുന്ന് എടുത്ത് ക്രിയേറ്റ് ചെയ്യും, ലോക്കൽ വേരിയബിൾ ടെർമിനേറ്റ് ചെയ്തു, അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും. ഈ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. വരച്ച് കൊള്ളാക്കി ഇത് ഇങ്ങോട്ട് കൂടുകയും ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് കയറുകയും ചെയ്യാം. ഈ ഏരിയ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ദാറ്റ്സ് വൈ വി നെയിം ദ നെയിം ഹീപ്പ്. ഐഡിയ ക്ലിയർ? ദ ഫ്രീ മെമ്മറി ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ മെമ്മറിന്ന് ലോക്കൽ വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യാം. ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഈ മെമ്മറിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഇത് വലുതാവും ചെറുതാവും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ മെമ്മറി എന്നാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് എവിടുന്ന? ഈ ഫ്രീ മെമ്മറി ഏരിയ അഥവാ ഹീപ്പിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്ഥലമില്ലാന്ന് വിചാരിച്ചോ, ലോക്കൽ വേരിയബിൾ ഇത്രയും ഉപയോഗിച്ചു, ഇത്രയും നമുക്ക് വേണ്ടി വന്നു, ഫ്രീ മെമ്മറി ഇത്രയും ഉപയോഗിച്ചു, ഇത്രയും ലോക്കൽ മെമ്മറി ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ വേണമെങ്കിൽ കുറച്ച് സ്ഥലമുണ്ട്, അടുത്തത് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് അധികം സ്പേസ് ചോദിക്കുമ്പോൾ സ്ഥലമില്ല, ഉണ്ടോ? നമുക്ക് ഇത്രയും മെമ്മറി വേണം, ചോദിക്കുകയാണ്, സ്ഥലമില്ല. സോ ഇറ്റ് മേ cause an error. In the case of error, null pointer will be returned. Okay, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ കൺസെപ്റ്റ് ഇതാണ്. ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് മെമ്മറി എല്ലാം അലോക്കേറ്റ് ചെയ്തിരിക്കും. ലോട്ടും നേരം മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കും. സ്ഥലം ഇല്ലെങ്കിൽ എന്ത് പറ്റുക? സ്ഥലം ഇല്ലെങ്കിൽ മെമ്മറി ഇല്ല. മെമ്മറി ഇല്ലെങ്കിൽ we will be returning a null pointer. Okay, null pointer will be returned when there is no memory. ഇപ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യണം, ഫ്രീ ആണോ, നള്ള് കിട്ടുന്നുണ്ടോ. നള്ള് കിട്ടിയതിന്റെ അർത്ഥം എറർ. നൾ മീൻസ് എറർ. ദിസ് മീൻസ് എറർ. ഓക്കെ, ദിസ് കൺസെപ്റ്റ് ക്ലിയർ നോ? ഇനി എങ്ങനെയാ സീൽ ചെയ്യുന്ന നോക്കാം. We are going to see program routing. This is a definition for dynamic memory allocation. The process of allocating memory at runtime. ഇത്രേ ഉള്ളൂ. The process of allocating memory at runtime is known as dynamic memory allocation. അപ്പൊ നമ്മൾ int a100 എന്ന് ഡിക്ലെയർ ചെയ്ത് എന്താ അർത്ഥം? This is compile time allocation. നമ്മൾ മുന്നേ പറയാണ്, പ്രോഗ്രാം ചെയ്തതിന് മുമ്പേ പറയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് enter the numbers, how many numbers are there എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറയുകയാണ്, എനിക്ക് 100 കൂടുതൽ വേണ്ടി വരില്ല, 100 കൂടുതൽ വന്നതിന് പ്രോഗ്രാം വർക്ക് ചെയ്യില്ല, 100 അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതാണ് കമ്പൈൽ ടൈം. പക്ഷെ നമ്മൾ ചോദിക്കണം എൻ്റർ ദ നമ്പർ, എത്ര നമ്പേഴ്സ് വേണം? 15 എന്ന് പറഞ്ഞു, അപ്പൊ 15 അലോക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് റൺ ടൈം അലോക്കേഷൻ. സോ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് മെമ്മറി അറ്റ് റൺ ടൈം. ഓക്കെ, C doesn't have this inherent facility. There are four library routines known as memory management functions that can be used for allocating as well as freeing memory. And they are malloc, calloc, free and realloc. These are the 4 library functions that is used for allocating memory dynamically.
എന്നിട്ട് പറയാം എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ dynamic memory allocation is a process of allocating memory at runtime. Okay, dynamic memory allocation is a process of allocating memory at runtime. 4 library functions ഉള്ളത് malloc, calloc, free and realloc. ഈ 4 functions ഉള്ളൂ. Okay. ഇനി this is a library function. This is a library function for using memory allocation. Hash include stdlib.h. ഇത് include ചെയ്യണം. You have to include hash include stdlib.h for doing dynamic memory allocation. malloc, calloc, ഇത് 4 ഉള്ള malloc, വേറെ 4 ഇന്നും കൂടെ ഉണ്ട്, നമ്മൾ 4 പഠിക്കുന്നുള്ളൂ. malloc, calloc, free and realloc. ഇത് എന്ത് ഉപയോഗിക്കണം, എന്ത് വേണം, stdlib.h include ചെയ്യണം. Okay. malloc allocates requested size in bytes and returns a pointer to the first byte of the allocated space. Okay. malloc വെച്ച് allocate ചെയ്ത് നമുക്ക് എത്ര വേണോ അത്രയും allocate ചെയ്യും. ഇതേപോലെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. എത്ര മെമ്മറി, എത്ര 10 മെമ്മറി എന്ന് പറഞ്ഞു, 10 അലോക്കേറ്റ് ചെയ്യും. 10 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തു. 0 1 2 3 9 10 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തു. എന്നിട്ട് പോയിന്റർ എങ്ങോട്ടേക്കും പോയിന്റർ ഇതിന്റെ ഫസ്റ്റ് പോയിലേക്കാണ് പോയിന്റർ റിട്ടേൺ ചെയ്യും. CLOC അതുപോലെ തന്നെ. CLOC stands for clear and allocate. CLOC allocates space for an array of elements, initializes them to 0, that's the difference, and returns a pointer to memory. ഇതുപോലെ അലോക്കേറ്റ് ചെയ്യും, പക്ഷേ ഗാർബേജ് വാല്യൂ ആയിരിക്കില്ല. It will be initialized with 0. 0 വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. That's why clear and allocate. മൂന്നാമത് ഫ്രീ ആണ്. setting memory free. Free is a previously allocated memory. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കസേര കൊണ്ടിട്ടു, കുട്ടികളില്ല, കസേര തിരിച്ചു കൊണ്ടുപോയി, അതുപോലെയാണ് ഫ്രീ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ. അടുത്ത റീഅലോക്കേറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് കുട്ടികളെല്ലാം ചോദിച്ചു എത്ര കുട്ടികളുണ്ട്, 15 കുട്ടികൾ എന്ന് പറഞ്ഞു. 15 പേർക്കുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, 15 പേർക്കുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്തു. ഇനി കുറച്ച് കഴിയുമ്പോൾ സീറ്റ് വീണ്ടും കൂട്ടി, 10 സീറ്റോട് കൂട്ടി, 10 പേരോട് വീണ്ടും വരികയാണ്. 10 പേര് വീണ്ടും വരികയാണ്. അപ്പൊ നമുക്ക് വീണ്ടും അലോക്കേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് നോൺ ആസ് റീഅലോക്കേഷൻ. ആദ്യമേ അലോക്കേറ്റ് ചെയ്തു, ഇത് മോഡിഫൈ ചെയ്യാം. വി ആർ മോഡിഫൈയിങ് ദ സൈസ് ഓഫ് ദ പ്രീവിയസ്ലി അലോക്കേറ്റഡ് സ്പേസ് വിച്ച് ഈസ് ഡൺ യൂസിങ് റീഅലോക്കേഷൻ. അലോക്കേറ്റ് ചെയ്യുക, റീഅലോക്കേറ്റ് ചെയ്യുക, ഫ്രീ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിന് ഓരോന്നും പ്രോഗ്രാം കാണും, അപ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഫസ്റ്റ് we are going to learn with malloc. M stands for memory allocation. malloc allocationന്റെ ആദ്യത്തെ അവസാനത്തുള്ളൂ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. വേർഡ് ആലോചിച്ച് നോക്കി അറിയാം. M stands for memory, alloc stands for allocation. ഇത്രയുള്ളൂ. alloc, malloc. ഓക്കെ, alloc ആണ്. malloc ഇല്ല, ഇത്രയുള്ളൂ. malloc. Here what happens, a block of memory allocated using the function malloc. The memory allocation function reserves a block of memory of specified size and returns a pointer void. This means that we can assign it to any of type pointer. That means void ആണ് return ചെയ്യുന്നത്. void ആണ് നമുക്ക് integers ഒന്ന് allocate ചെയ്യാം, എന്തിലേക്ക് വേണമെങ്കിലും convert ചെയ്യാം. Because ഒരു specific type of memory അല്ല allocate ചെയ്തേക്കുന്നത്. So this can be given for integers, this can be given for characters, floating point number, ഏത് ടൈപ്പ് മെമ്മറിയോട് നമുക്ക് allocate ചെയ്യാം. ഓക്കെ, ഇതാണ് അതിന്റെ സിന്റാക്സ്. Pointer, cast type star, malloc, byte size. Pointer is a pointer of return pointer. The cast type can be int. നമ്മൾ പഠിക്കുന്ന എല്ലാം പറ്റും. float, character, float, double, etc. Okay. malloc returns a pointer to the area of memory of specified size. ഇതാണ് സിന്റാക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. x equal to int star malloc 100 size of int. ഇതിന്റെ അർത്ഥം എന്താ? malloc മെമ്മറി അലോക്കേറ്റ് ചെയ്യുക 100 into size of int. ഒരു ഇന്റിജർ സൈസ് എത്രയാണ്? 2 ബൈറ്റ്. ഓക്കെ, 100 into 2 means 200. That is 200. Allocate 200 bytes. This means that allocate 200 bytes of memory. Allocate 200 bytes of memory of type. ഏത് ടൈപ്പിലേക്ക് അറിയണ്ടേ? of type integer. That is of type integer. ഇവിടെ integer കൊടുത്തേക്കുന്നത് of type integers and set it to x ലേക്ക് assign ചെയ്യും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. On successful execution of the statement, a memory space equivalent to 100 times size of an int bytes is reserved and address of the first byte of the memory allocated is assigned to the pointer x of type int. കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് തോന്നും, അത്രയൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ് സംഭവം. We can allocate, this is an example for allocating integer. നമ്മൾ ആദ്യമേ പോയിന്റർ വേണം ഡിക്ലെയർ ചെയ്യാം.
int star number. അപ്പൊ എന്താ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. that is number is a pointer. പോയിന്റർ ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് വേണം? int star malloc 10 into size of int. size of int 2 ആണ്. അപ്പൊ 20 bytes allocate ചെയ്തു. എവിടെയെങ്കിലും ആയിരിക്കും 20 bytes allocate ചെയ്തിട്ടുണ്ടാവുക. 0 1 up to എവിടെ വരെ വരും? 20 ആവുമ്പോൾ 19 വരെ വരും. ഓക്കെ, 19 bytes allocate ചെയ്തു. ഇതാണ് 10. ഇത്രയും ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. 10 into size of int ഇത്ര allocate ചെയ്തു. ഓരോന്ന് ഇവിടെ എത്ര സൈസ് ഉണ്ട്? ഇവിടെ 2 byte ഉണ്ട്, ഇവിടെ 2 byte ഉണ്ട്. ഇങ്ങനത്തെ 2 byte ആയിരിക്കും allocate ഉണ്ടാവുക. ഓരോന്നും 2 byte. ഒരു ഇൻഡിജർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഓരോന്നും ഉണ്ടാവും. എന്നിട്ട് അത് വേണം. ഇത് ഇൻഡിജേഴ്സ് ആണ്, ഇത് ഇൻഡിജർ ആണ്. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്, ദിസ് ഇസ് ഇൻഡിജർ, ദിസ് ഇസ് ഇൻഡിജർ പോയിന്റ്. എന്നിട്ട് അതിലേക്ക് നമ്പറിലേക്ക് allocate ചെയ്യും. ദിസ് ഇസ് ദിസ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ക്യാരക്ടർ ആക്കാം. ക്യാരക്ടർ CPTR. CPTR ഇവിടെ ഇൻഡിന് പകരം എന്ത് വേണം? ക്യാരക്ടർ എന്ന് കൊടുക്കണം. നമുക്ക് ഇത് ക്യാരക്ടർ ആണ്, ഇത് ക്യാരക്ടർ കൊടുക്കണം. ഇവിടെ ഇൻഡിജർ ആണ്, അപ്പൊ ഇവിടെ ഇൻഡിജർ കൊടുക്കണം. ഓക്കെ, malloc 10 into size of character അസെൻഷ്യൽ. നമുക്ക് ഓൾറെഡി അറിയാം സൈസ് ഓഫ് ക്യാരക്ടർ 1 ആണ്. നമുക്ക് വേണമെങ്കിൽ 10 എന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. കൂട്ടി മൾട്ടിപ്ലൈ ഒന്നുമില്ല. ഇവിടെ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 bytes allocate ചെയ്യും. ഇതിന്റെ സൈസ് അറിയില്ലെങ്കിൽ സൈസ് ഓഫ് ഇന്റ് എന്ന് കൊടുക്കാം. ഇല്ല, വെറുതെ നമുക്ക് അറിയാമെങ്കിൽ ഇനി മൾട്ടിപ്ലൈ ഇവിടെ 200 എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇവിടെ 20 എന്ന് കൊടുത്താൽ മതി. all are similar. okay, this is what happens. this is something which I have explained already. പക്ഷെ എന്നോട് പറയാം. CPTR character star malloc 10 allocates 10 bytes of space for the pointer CPTR of type character. CPTR നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യണം? CHAR star CPTR. CPTR should be of type character. okay, എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇത്രയും സ്പേസ് allocate ചെയ്യും, 10 byte സ്പേസ് allocate ചെയ്യും. എന്നിട്ട് ഇത് CPTR ലേക്ക് പോയിന്റ്. this is a pointer. okay, the storage space allocated dynamically has no name. ഇതിന് പേരില്ല. no name for this. no name. എവിടെയെങ്കിലും ആയിരിക്കും, മെമ്മറിൽ എവിടെയെങ്കിലും ആയിരിക്കും allocate ചെയ്യണേ. so its contents can be accessed only through this pointer. ഇത് വഴി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഈ CPTR ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെമ്മറിലേക്ക് allocate ചെയ്യുന്നത്. CPTR എവിടെയായിരിക്കും? CPTR +1 ആണെങ്കിലോ CPTR +1 it will point to this one. CPTR +2 അത് ഇവിടെ ആയിരിക്കും. okay, CPTR +3 like that goes. next one. CPTR ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഓരോന്നും ആക്സസ് ചെയ്യുന്നത്. okay, dynamic memory allocation for structures. നമുക്ക് ഇൻഡിജറിനും ഫ്ലോട്ടിനും മാത്രമല്ല സ്ട്രക്ചേഴ്സ് allocate ചെയ്യാം. here we can use malloc to allocate space for complex data types such as structures. നമ്മൾ സ്ട്രക്ചേഴ്സ് പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? സ്ട്രക്ചർ സ്റ്റുഡന്റ് ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതെങ്ങനെ വേണം? സ്ട്രക്ചർ സ്റ്റുഡന്റ് സ്റ്റാർ ഡിക്ലെയർ ചെയ്യണം. സ്റ്റുഡന്റ് is equal to struct student star malloc size of struct student. നമ്മൾ നേരത്തെ എഴുതുന്നത് എങ്ങനെയാണ്? CPTR is equal to character star malloc നേരത്തെ ചെയ്തത് എങ്ങനെയാണ്? CPTR is equal to character star malloc into size of character. ഇങ്ങനെ കൊടുത്തിരുന്നത്. ഓക്കെ, ഇവിടെ ക്യാരക്ടർ എവിടെയൊക്കെ ഉണ്ട് അതിന് പകരം struct student കൊടുത്താൽ മതി. struct students are malloc size of struct student. that we can allocate like this. എവിടെയൊക്കെ ക്യാരക്ടർ കൊടുക്കുന്നതിന് പകരം struct student കൊടുത്താൽ മതി. here student is a type of struct student. നമ്മൾ നേരത്തെ പഠിച്ച struct library struct student ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ ഇത് വരുന്നത്. ഓക്കെ, here what you remember is that malloc allocates a block of continuous memory bytes. ഒരു മെമ്മറി allocation continuous memory ആണ് allocate ചെയ്യുന്നത്. okay, the allocation can fail if the space in heap is not sufficient. പറഞ്ഞു ഹീപ്പിലുള്ള മെമ്മറിയാണ് അവിടെ allocate ചെയ്യുന്നത്. ഹീപ്പിൽ sufficient memory ഇല്ലെങ്കിൽ എന്ത് പറ്റും? it will return null. അപ്പോൾ null ആണെങ്കിൽ അർത്ഥം മെമ്മറി allocate ചെയ്യാൻ പറ്റില്ല. so we should in our program we should check whether the allocation is successful before using the memory pointer.
മെമ്മറി പോയിന്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നള്ളാണോ അല്ലേന്ന് നോക്കണം. നള്ളാണെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് റിപ്ലൈ തരണം. നള്ളല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ പ്രോഗ്രാം. വെൻ യു ലുക്ക് അറ്റ് ദ പ്രോഗ്രാം ഇറ്റ്സ് വെരി ഈസി. ഈ പറയുന്ന കോംപ്ലിക്കേഷൻ ഒന്നും പ്രോഗ്രാമിംഗ് ഇല്ല. This is a program allocate memory dynamically for storing n numbers using malloc. എന്ത് വേണം? stdlib.h include ചെയ്ത് കമ്പൽസറി. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു ഒരു ക്യാരക്ടർ, ഒരു പോയിന്റർ വേണം. ഇൻറ്റ് in, സാധാരണ പ്രോഗ്രാം ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്റ്റാർ നമ്പർ. ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ നമ്മളിവിടെ നമ്പർ 10 ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, പ്രിന്റ് അപ്പ് ഹൗ മെനി നമ്പേഴ്സ്. ഓക്കെ, scanf and 10 റെഡി ചെയ്തു. num is equal to int star malloc n into size of int. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹൗ മെനി നമ്പേഴ്സ് ചോദിച്ചു. ഹൗ മെനി നമ്പേഴ്സ് ചോദിക്കുമ്പോൾ ഇവിടെ 5 എന്നാ കൊടുത്തേക്കണം. സി ഹൗ മെനി നമ്പേഴ്സ്. ആദ്യമേ നമ്മൾ ഇവിടെ പ്രോഗ്രാം ട്രേസ് ചെയ്യാം. ഇൻറ്റ് ഐക്ക് ഒരു ഇന്റിജർ സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ദിസ് ഇസ് ഡൈനാമിക്. ദിസ് ഇസ് കമ്പൈൽ ടൈം. ഓക്കെ, കമ്പൈലിൽ നമ്മൾ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. എന്നിനും ഇന്റിജർ ഡിക്ലെയർ ചെയ്തു. ഇനി അതുപോലെ നമ്പർ ഒരു പോയിന്റർ ആണ് ഡിക്ലെയർ ചെയ്തേക്കണം. നമ്പർ ഇസ് എ പോയിന്റ്. നൗ വി ആർ ആസ്കിംഗ് ഹൗ മെനി നമ്പേഴ്സ്. scanf and 10 എന്നിൽ നമ്മൾ 5 എന്ന് കൊടുത്തു. അപ്പൊ എന്ത് വേണം? നമ്മൾ ആദ്യമേ അറേ 5 ഡിക്ലെയർ ചെയ്യും സാധാരണ പ്രോഗ്രാമിൽ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണേ? നമ്പർ ഇസ് ഈക്വൽ ടു ഇൻറ്റ് സ്റ്റാർ malloc n into size of int. നമ്മൾ എന്താ പറഞ്ഞേക്കണേ? malloc n into size of ന്റെ വാല്യൂ 5 ആണ്. 5 into ഇന്റിജർ സൈസ്. അത് 5 into ഇവിടെ 5 into size of int എത്ര? 2. അപ്പൊ 10 bytes allocate ചെയ്യും. As we are allocating 10 bytes. ഓക്കെ, 0 എന്ന് തന്നെ എഴുതാം. 0 1 2 3 4 5 6 7 8 9. ഇത്രയും ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടേ? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു നം പോയിന്റർ. ഈ പോയിന്ററിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. പോയിന്റർ ഫസ്റ്റ് ബൈറ്റ് ഇതിലേക്കാണ് പോയിന്റർ വരിക. ഇത്രയാണ് ചെയ്യുന്നത്. ഇത് ഇന്റിജേഴ്സ് ആണ്. ഇന്റിജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റിജേഴ്സിന് 2 ബൈറ്റ് വേണം. ദിസ് ഇസ് 1 ഇന്റിജർ. This is the second space for integer. This is the second space for integer. This is second space. This is the next space. Okay. Change colors so that it is clear to you. This is the third space. This is the fifth space. മനസ്സിലായോ? 5 സ്പേസ് അലോക്കേറ്റ് ചെയ്തു. ദിസ് ഇസ് 1, ദിസ് ഇസ് സെക്കൻഡ് സ്പേസ്, ദിസ് ഇസ് തേർഡ് സ്പേസ്, ഫോർത്ത് സ്പേസ്, ഫിഫ്ത്ത് സ്പേസ്. എന്തുകൊണ്ട് അങ്ങനെ തന്നെ? ഒരു ഇന്റിജർ സ്റ്റോറിന് 2 ബൈറ്റ് വേണം. നമ്മൾ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക. അത് ഞാൻ നമ്മൾ ഇൻറ്റ് സ്റ്റാർ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇൻറ്റ് സ്റ്റാർ എന്ന് കൊടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇൻറ്റ് സ്റ്റാർ ഓരോന്ന് ഇന്റിജേഴ്സ് ആണ്. ദിസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ആർ റൈറ്റിംഗ് ദി സ്റ്റേറ്റ്മെന്റ്. ഇനി ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഫോർ i equal to 0 or less than എൻ്റർ ദ നമ്പേഴ്സ് ചോദിച്ചു. ഓരോന്ന് റീഡ് ചെയ്ത് പ്രിന്റ് ചെയ്തു. നമുക്ക് നോക്കാം. ആദ്യം ഹൗ മെനി നമ്പേഴ്സ് ചോദിച്ചു. 5 എന്ന് കൊടുത്തു. 5 എന്ന് കൊടുക്കുമ്പോൾ ഇതാണ് നടക്കുന്നത്. ദിസ് ഇസ് നോൺ ആസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. കറക്റ്റ് 5 സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ ദ നമ്പേഴ്സ് 1 2 3 4 5 എന്ന് കൊടുത്തു. അപ്പൊ നമ്മളിവിടെ ആദ്യത്തിൽ 1 സ്റ്റോർ ചെയ്തു. ഓക്കെ, ആദ്യത്തിൽ 1 സ്റ്റോർ ചെയ്തു. രണ്ടാമത്തിൽ 2 സ്റ്റോർ ചെയ്തു. ഇവിടെ നമ്മൾ ആദ്യത്തിൽ എവിടെ ഈ സ്പേസിൽ നമ്മൾ 1 ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ദിസ് ഇസ് 1. ഹിയർ വി ആർ സ്റ്റോറിംഗ് 2. ഹിയർ വി ആർ സ്റ്റോറിംഗ് 3. ഇവിടെ 4, ഇവിടെ 5. ഇതാണ് കൊടുത്തേക്കുന്നത്. 1 2 3 4 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു. ബാക്കി എന്തെങ്കിലും നോക്കിയാൽ സാധാരണ നമ്മൾ റീഡിംഗ് അറയിൽ റീഡ് ചെയ്യുന്ന പോലെ തന്നെ നിൽക്കണേ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ കമ്പൈൽ വാല്യൂഷൻ വെച്ച് എങ്ങനെ ചെയ്യാം? നമ്മളിവിടെ നമ്പിന് പകരം ഇവിടെ ഇതിന് പകരം എന്താ എഴുതാ? ഇവിടെ നമ്മൾ നമ്പർ 10 കൊടുത്തു. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതുമ്പോൾ ചെയ്ത പ്രോഗ്രാം എങ്ങനെയാണ്? ബാക്കി ഒന്നിനും യാതൊരു മാറ്റവും ഇല്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല. അതിന്റെ മെമ്മറിക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം പഴയ പോലെ തന്നെയാണ്. ഇവിടെ നടക്കുന്ന എങ്ങനെയാ? 10 സ്പേസ് ആദ്യമേ അലോക്കേറ്റ് ചെയ്തു അല്ലേ? 0 1 2 3 4 10 ഇന്റിജേഴ്സ് ആണ്. ഇതൊരു 2 ബൈറ്റ് ആയിരിക്കും. ഓരോന്നും 2 ബൈറ്റ് ഇന്റിജേഴ്സ് ആണ്. ഓരോന്നും 2 ബൈറ്റ് ആണ്. നേരത്തെ പോലെ അത്രയും തന്നെ അലോക്കേഷൻ വരുന്നുണ്ട്. അതിൽ കൂടുതൽ അലോക്കേഷൻ വരുന്നുണ്ട്. കുത്തിടാം, സ്ഥലമില്ല. ഇത് 0 1 2 3 4
5 എത്ര 10 അല്ലേ, അപ്പോൾ 9 എണ്ണം. ഇത്രയും സ്പേസ് അലോക്കേറ്റ്. ആ കൂടി എത്ര 10 × 2 20 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. 20 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് 10 ഇൻഡിവിജ്വൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? കാരണം ഒരു 2 ഇൻഡിവിജ്വൽ വേണം, ഒരു 2 ബൈറ്റ് വേണം ഒരു ഇൻഡിവിജ്വൽ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ 10 × 2 bytes 20 bytes would be allocated. ഇപ്പൊ എന്ത് വെച്ചാൽ നമ്മൾ ഇനി ചോദിക്കുന്നത് ഹൗ മെനി നമ്പേഴ്സ്. നമ്മൾ 5 എന്ന് കൊടുത്തു. 5 എന്ന് കൊടുക്കുമ്പോൾ ഇത് ഒന്ന് ഇത്രയും സ്ഥലം ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഇത്രയും വേസ്റ്റ് ആണ്. ക്ലിയർ? ഇത്രയും സ്ഥലം വേസ്റ്റ് ആക്കി. ഇതാണ് കമ്പൈൽ ടൈമിന്റെ പ്രശ്നം. നമ്മൾ ഇവിടെ കൊടുക്കുന്ന നമ്മൾ സപ്പോസ് ഇവിടെ 3 എന്ന് കൊടുത്തു വിചാരിച്ചോ. 3 കൊടുക്കുമ്പോൾ 3 സ്പേസ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. 0 1 ഇത്ര അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഇനി 5 ഇവിടെ ഹൗ മെനി നമ്പേഴ്സ് 5 എന്ന് കൊടുത്തു. 5 കൊടുക്കുമ്പോൾ ഇത്ര 3 സ്റ്റോർ ചെയ്യാൻ സ്ഥലമുള്ളൂ. എററിലൊക്കെ. This is what happens in the case of compile time evaluation. It is clear. Compile time evaluation ഒന്നുകിൽ നമ്മൾ അധികം സ്പേസ് അലോക്കേറ്റ് ചെയ്യും, അത്രയും സ്ഥലം ഇതിന്റെ വേസ്റ്റ് വരും. ഇല്ലെങ്കിൽ എറർ വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മെമ്മറി അലോക്കേഷൻ ഫംഗ്ഷൻ ആണ് CLOC. MLOC പോലെ തന്നെ CLOC. സെയിം കൺസെപ്റ്റ്, സെയിം തിങ്, ഓൺലി തിങ് ദാറ്റ് C will clear and allocate. Okay. While MLOC allocates single block of storage space, CLOC allocates multiple blocks of space, each of same size, and then sets all bytes to 0. MLOC നമ്മൾ 10 ഒരുമിച്ച് അലോക്കേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്യുന്ന പോലെ 10 അലോക്കേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ 25 byte അലോക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. പല ബ്ലോക്ക് ആയിട്ടൊക്കെ അലോക്കേറ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്യും. എല്ലാം ലിങ്ക്ഡ് ആയിരിക്കും, 0 ആയിട്ട് സെറ്റ് ചെയ്യും. This is a type PTR, cast type, MLOC, n stars, element size. മറ്റൊരു n into element size ആയിരിക്കും. ഇവിടെ n കോമ ആയിരിക്കും. ഇത് കോമ ഉണ്ടാവും. This is a comma here. മറ്റവിടെ എവിടെയാണ് ഒറ്റ ബ്ലോക്കാണ് അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ അതെ null pointer return ചെയ്യും. There is no space. Null pointer will be returned. The above statement allocates continuous space for n blocks, each of size, element size. ഇപ്പൊ n, 20 എഴുതി എന്താ അർത്ഥം? CLOC n, 20 means it will allocate n blocks. n എഴുതണ്ട, 3 blocks. 3 blocks of memory allocated. ഓരോ ബ്ലോക്കിന് 20 byte ഉണ്ട്. All these are linked also. MLOC ആണെങ്കിൽ എന്താ സംഭവിക്കുക? MLOC നമ്മൾ 3 × 20 എന്നാ പറയാം. അപ്പോൾ 60 bytes ഒറ്റയടിക്ക് അലോക്കേറ്റ്. ഒറ്റയടിക്ക് ഒരു കണ്ടിന്യൂസ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇവിടെ സെയിം തന്നെ, പക്ഷെ ചെറിയ ബ്ലോക്ക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് ക്ലിയർ, ഇത് ക്ലിയർ സെറ്റ് 0, ക്ലിയർ ടു 0 ആയിരിക്കും. എങ്ങനെ എഴുതാൻ നോക്കാം. സെയിം സിമിലർ ആണ്. എന്താ വ്യത്യാസം? ഇവിടെ MLOC CLOC എന്ന് എഴുതണം. 10 കോമയാണ്, മറ്റേ 10 into എന്ന് എഴുതിയിരുന്നത്. ഇവിടെ 10 കോമ. അത്രയും വ്യത്യാസം. ഓക്കെ, ഹിയർ ദ മെമ്മറി വിൽ ബി ഇനിഷ്യലൈസ്ഡ് ടു zeros. CLOC 10 comma size of character. 10 comma size of character. This is a program. We are using CLOC. MLOC CLOC ആണ് ഉപയോഗിച്ചത്. എന്തൊക്കെ വ്യത്യാസമുണ്ട്? ഇവിടെ MLOC CLOC എന്ന് എഴുതി, n comma എന്ന് എഴുതി. ബാക്കി എല്ലാം സെയിം ആണ്. Enter the numbers, read the numbers, print the numbers. How many numbers ചോദിച്ചു, 3 ഒന്ന് കൊടുത്തു. എൻ്റെ 3 numbers റീഡ് ചെയ്തു, numbers print ചെയ്തു. പ്രോഗ്രാം വർക്ക് ചെയ്യുന്നൊക്കെ സെയിം ഫാഷനിലാണ്, നോ ഡിഫറൻസ്. നമ്മൾ കമ്പാരിസൺ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതുന്നുണ്ട്. വി ആർ കമ്പയറിംഗ് ബിറ്റ്വീൻ MLOC ആൻഡ് CLOC. ഓക്കെ, നമ്മൾ നമ്പർ 1 റീഡ് ചെയ്തു, നമ്പർ 2 റീഡ് ചെയ്തു. എത്ര നമ്പേഴ്സ് എന്ന് ചോദിച്ചു. നമ്പർ 1 MLOC വെച്ച് അലോക്കേറ്റ് ചെയ്തു, നമ്പർ 2 CLOC വെച്ച് അലോക്കേറ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യുക. വാല്യൂസ്, ഇനിഷ്യൽ വാല്യൂസും പ്രിന്റ് ചെയ്യുക. ഇനിഷ്യൽ വാല്യൂസ് സ്റ്റോർഡ് നമ്പർ ആ. ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നില്ല. ദർ ഇസ് നോ സ്കാനർ. ഉള്ളിലെ വാല്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രിന്റ് ചെയ്യാണ്. അപ്പം MLOC വരുമ്പോൾ കുറെ ഗാർബേജ് വാല്യൂസ് പ്രിന്റ് ചെയ്യും കേട്ടോ. കുറെ ഗാർബേജ് വാല്യൂസ് പ്രിന്റ് ചെയ്യും. CLOC ആണ് നമുക്ക് ഇനിഷ്യലൈസ് 0 ആയിരിക്കും. ഇനിഷ്യലൈസ്ഡ് ടു zeros. CLOC will be initialized to zeros. Okay. Now we are freeing space. നമ്മൾ MLOC കണ്ടു, CLOC കണ്ടു. ഇനി allocated memory ഫ്രീ ആക്കാം. Okay, I'll just read it out. Compile time storage of a variable is allocated and released by system in accordance with the storage class. നമ്മൾ എന്താണ് സാധാരണ ലോക്കൽ വേരിയബിൾസ് ആണെങ്കിൽ ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ ക്രിയേറ്റ് ചെയ്യും, ഫംഗ്ഷൻ തീരുമ്പോൾ അത് എലിമിനേറ്റ് ചെയ്യും. സ്റ്റാറ്റിക് ആണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ക്രിയേറ്റ് നമ്മൾ പഠിച്ചതാണ്. ഗ്ലോബൽ ആണെങ്കിൽ കുറെ നേരത്തേക്ക് ഉണ്ടാവും. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക് ഡിലീറ്റ് ചെയ്യും. ഈ വേരിയബിളിന്റെ ക്രിയേഷൻ നമ്മളാണ് ചെയ്തേക്കുന്നത്.
we have created, so we have to delete it. ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ we have to free this memory. Okay, when the memory is no longer needed, we have to release them. We can release the pointer using free. Using this free pointer we can delete. ഇതാണ് free pointer ഉപയോഗിക്കുന്നത്. Okay, ഈ pointer വരുമ്പോൾ it is not the pointer that is being released, but rather it's what it's going to. See, നമ്മൾ മെമ്മറി അലോക്കേഷൻ ഫംഗ്ഷൻ എടുക്കാം. ഇതാണ് പോയിന്റർ ക്രിയേറ്റ് ചെയ്തേക്കണേ. നമ്മൾ ഫ്രീ CPTR എന്ന് പറയാണ്. CPTR, we are releasing the memory. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മെമ്മറി this memory will be added to the heap. This memory will be released. Okay, പോയിന്റർ അല്ല റിലീസ് ചെയ്യുന്നത്. നമ്മൾ എഴുതിയേക്കുന്നത് ഫ്രീ CPTR എഴുതിയേക്കുന്നത്. ഫ്രീ CPTR റിലീസ് ചെയ്യാൻ എഴുതിയേക്കുന്നത്. പക്ഷെ പോയിന്റർ അല്ല റിലീസ് ചെയ്യുന്നത്. പക്ഷെ പോയിന്റർ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്തേക്കുന്നത്? ഈ സ്പേസ് അങ്ങ് റിലീസ് ചെയ്യും. ഓക്കെ ഓക്കെ പ്രോഗ്രാം എന്താ വ്യത്യാസം വരിക? പ്രോഗ്രാം നമ്മൾ നേരത്തെ അതേ പ്രോഗ്രാമാണ്. നമ്പർ 1 നമ്പർ 2 റെഡി ചെയ്തു, എല്ലാം ചെയ്തു കഴിഞ്ഞു. അവസാനം ഫ്രീ നമ്പർ 1 ഫ്രീ നമ്പർ 2 ഇത്രയും ഉപയോഗിച്ചാൽ മതി. ഓൺലി ദെൻ ദ മെമ്മറി വിൽ ബി റിലീസ്ഡ്. അതർവൈസ് മെമ്മറി വിൽ ബി ദയർ. നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി അവിടെ ഉണ്ടാവും. നമ്മൾ ഫ്രീ ആക്കുന്ന വരെ അവിടെ ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് സംഭവമാണ് റീ അലോക്കേഷൻ. വീണ്ടും അലോക്കേറ്റ് ചെയ്യുക. ഒരിക്കൽ അലോക്കേറ്റ് ചെയ്തു, അത് മതിയാവാതെ വന്നു, യു ഹാവ് ടു അലോക്കേറ്റ് അഗെയിൻ. എന്ത് വേണ്ട വേണ്ട നമ്മൾ ആദ്യമേ അലോക്കേറ്റ് നമ്മൾ 10 വേരിയബിൾ റെഡി ചെയ്തു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണേ 10 പോരാ 15 വേണം. അപ്പൊ ഓൾറെഡി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് കൂടെ കുറച്ചുകൂടി ആഡ് ചെയ്താൽ മതി. അതിനാണ് റീ അലോക്കേഷൻ എന്ന് പറയുന്നത്. This is a size. This is a concept. The PTR is equal to malloc size. മെമ്മറി അലോക്കേറ്റ് ചെയ്തു, കുറച്ച് നമുക്ക് തോന്നുകയാണ് ഇനി റീ അലോക്കേറ്റ് ചെയ്യണം. റീ അലോക് PTR ന്യൂ സൈസ്. ഈ പോയിന്റിന് എത്ര സ്പേസ് ഉണ്ടോ അത് വീണ്ടും അലോക്കേറ്റ് ചെയ്യാം. ഇത് നടക്കുമ്പോൾ എന്താണ്? ഒരു പോയിന്റ് ഒന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഒരു മെമ്മറി സ്പേസ് നമ്മൾ അലോക്കേറ്റ് കൊടുത്തിട്ടുണ്ട്. ദിസ് വാട്ട് ഹാപ്പൻസ്. റീ അലോക്കേറ്റ് വരുമ്പോഴോ ആ മെമ്മറി വേണമെങ്കിൽ കൂട്ടാം, ഇല്ലെങ്കിൽ ഈ മെമ്മറി വേണമെങ്കിൽ കുറയ്ക്കാം. പോയിന്റ് ഇത്രയും മതി. മെമ്മറി ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് യൂസിങ് റീ അലോക്. റീ അലോക്കേറ്റ് ഉപയോഗിച്ച് നമുക്ക് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, some of the points which ഓക്കെ, പുതിയതായിട്ട് അലോക്കേറ്റ് ചെയ്ത മെമ്മറി അതേ സ്ഥലത്ത് തന്നെ വേണമെന്നില്ല. ദേ മേ ഓർ മേ നോട്ട് ബിഗിൻ വിത്ത് സെയിം സ്പേസ്. ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ, ഇത് കുറയ്ക്കാനായിട്ട് ഇവിടെയല്ല, വേറെ സ്ഥലത്ത് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്തത്, അത് കളഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. സ്ഥലം സെയിം ആയിരിക്കണമെന്നില്ല, പക്ഷെ ഡാറ്റ വിൽ ബി ദയർ. പഴയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡാറ്റ എല്ലാം അവിടെ ഉണ്ടാവും. ഇവിടുത്തെ കേസിൽ നള്ള് വരും. ഇഫ് ദർ ഈസ് എനി എറർ, നൾ വിൽ ബി റിട്ടേൺ. ഓക്കെ, ദിസ് ഇസ് എ പ്രോഗ്രാം യൂസിങ് റീ അലോക്കേഷൻ. പ്രോഗ്രാം യൂസിങ് റീലൊക്കേഷൻ. എന്താ വ്യത്യാസമുള്ള? നമ്പേഴ്സ് റീഡ് ചെയ്തു, MLOK വെച്ച് അലോക്കേറ്റ് ചെയ്തു, നമ്പേഴ്സ് എല്ലാം സ്കാൻ ചെയ്തു, നമ്പേഴ്സ് എല്ലാം പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കും ഇനിയും കൂടുതൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ കറക്റ്റ് നമ്പർ റീഡ് ചെയ്തുള്ളൂ, എത്ര കൊടുത്തു അത്രേ റീഡ് ചെയ്യുന്നുള്ളൂ. 5 കൊടുത്ത് 5 റീഡ്, നമ്മൾ 5 കൊടുത്ത് 5 സ്റ്റോർ ചെയ്യാൻ സ്പേസ് അലോക്കേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ചോദിക്കുകയാണ് രണ്ടുപേരോട് ആഡ് ചെയ്യാനുണ്ടോ, ഡു യു വാണ്ട് ടു ആഡ് മോർ നമ്പേഴ്സ്. ഓക്കെ, ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് വേണം? അത് വീണ്ടും അലോക്കേറ്റ് ചെയ്യുക. നമ്പർ ഇസ് ഈക്വൽ ടു റീ അലോക് നമ്പർ, പുതിയ സൈസ് അലോക്കേറ്റ് ചെയ്യുക, പുതിയ സൈസിലേക്ക് വീണ്ടും അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ഈ ഇതേ നമ്പർ ഉപയോഗിക്കുന്നത്. ആദ്യം വെച്ച സ്പേസ് തന്നെയാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ആദ്യമേ നമ്പർ ഇവിടെ അലോക്കേറ്റ് ചെയ്തു, ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്താണ്? ഇതിൽ കൂടുതൽ വീണ്ടും ആഡ് ചെയ്യാം. ഇതാണ് പ്രോഗ്രാം ചെയ്യുന്നത്. വർക്ക് ചെയ്യണം നോക്കാം. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു, 3 റീഡ് ചെയ്തു, എൻ്റെ 3 നമ്പേഴ്സ് കൊടുത്തു. ദ വാല്യൂസ് ഇൻ നമ്പർ ആ 1 2 3. നമ്മൾ കൊടുത്ത നമ്പർ തന്നെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഡു യു വാണ്ട് ടു ആഡ് മോർ നമ്പേഴ്സ്? ഹൗ മെനി നമ്പേഴ്സ്? ടൈപ്പ് 0 ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ആഡ്. അപ്പൊ ഞാൻ 4 കൊടുത്തു, ഇനി 4 നമ്പർ എനിക്ക് ആഡ് ചെയ്യണം. അപ്പൊ എന്താണ്? വീണ്ടും 4 ബൈറ്റോടെ അലോക്കേറ്റ് ചെയ്തു. ആദ്യമേ 3 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, 1 2 3 എന്ന് പറഞ്ഞു. ഇനി 4 നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 4 നമ്പേഴ്സ് പറയുമ്പോൾ വീണ്ടും 4 സ്റ്റോർ ചെയ്യുന്ന സ്പേസ് ഇതിലേക്ക് അപ്പൻഡ് ചെയ്യാം. 1 2 3 4 4 സ്റ്റോർ ചെയ്യുന്ന സ്പേസ് ഇതിലേക്ക് നമ്പറിലേക്ക് തന്നെയാണ് അപ്പൻഡ് ചെയ്തേക്കണം. അതിലേക്ക് 4 5 6 7 കൊടുത്തു, അതെല്ലാം കൂടി പ്രിന്റ് ചെയ്യും. ക്ലിയർ? നമുക്കപ്പോൾ ഒരു there is no wastage. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ 10 കുട്ടികളുണ്ട്, 10 കസേര ഇട്ടു. 10 കുട്ടികളുണ്ട്, 10 കസേര ഇട്ടു.
രണ്ടുപേരും ഒന്ന് രണ്ട് കസേര കൂട്ടിയിട്ട് കൊടുത്തു, രണ്ടുപേരും പോയി കസേര എലിമിനേറ്റ് കളഞ്ഞു. അതേപോലത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. കറക്റ്റ് എത്ര ഉണ്ടോ അത്രയും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. 4 വന്നു, ഓരോന്ന് വേണമെങ്കിൽ ഇവിടെ കൂട്ടിയിട്ട് കൊടുക്കുക, വേണ്ടെങ്കിൽ അത് കളയുക. എത്ര വേണോ അത്രയും മാത്രം അലോക്കേറ്റ് ചെയ്യുക. കറക്റ്റ് സ്പേസ് അലോക്കേറ്റ്. ദർ ഇസ് നോ മെമ്മറി വേസ്റ്റേജ്. Okay, this is about memory allocation. So just sum up. Dynamic memory allocation വെച്ച് കഴിഞ്ഞാൽ കമ്പൈൽ ടൈമിൽ നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി വേസ്റ്റ് ചെയ്യാതെ കറക്റ്റ് എത്ര വേണോ അത്രയും മാത്രം അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി 4 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് malloc, ഒന്ന് malloc, രണ്ടാമത്തത് എന്തൊക്കെയാ? ഒന്ന് malloc, ഒന്ന് calloc, realloc and free. malloc-ഉം calloc-ഉം മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റീഅലോക്കേഷൻ വീണ്ടും അലോക്കേറ്റ് ചെയ്യുന്നതാണ്. ഫ്രീ മെമ്മറി അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഫ്രീ ആക്കാനുള്ളതാണ്. malloc-ൽ കണ്ടിന്യൂസ് ബ്ലോക്ക് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുക. calloc-ൽ ചെറിയ ചെറിയ ബ്ലോക്ക് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഒറ്റ സിംഗിൾ ബ്ലോക്ക് ആയിരിക്കില്ല, പക്ഷെ ഡിഫറെന്റ് ബ്ലോക്സ് ആയിരിക്കും. പക്ഷെ എല്ലാം ലിങ്ക്ഡ് ആയിരിക്കും. ഇനിഷ്യലൈസ് 0 ആയിരിക്കും. റീഅലോക്കേഷൻ malloc-ന്റെ കൂടെയും calloc-ന്റെ കൂടെ ഉപയോഗിക്കാം. റീഅലോക്കേഷൻ എന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് മെമ്മറി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മെമ്മറിയുടെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യാം, നേരത്തെ ക്രിയേറ്റ് ചെയ്ത മെമ്മറി കുറയ്ക്കുകയും ചെയ്യാം. പഴയ ഡാറ്റ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രിസർവ് ചെയ്യും. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത മെമ്മറി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക, അതാണ് ഫ്രീ മെമ്മറി. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെ ടെസ്റ്റ് പേപ്പർ റെഡി ആയിട്ട് വരിക. ഓക്കെ.